ടു ചുങ്ക ജ്വല്ലറി 5 minutes fun star. ഇനി നമുക്ക് ടീം കാർണിവലിന്റെ ഫിലിം ക്യാരക്ടർ റൗണ്ട് കാണാം. നമുക്ക് ചെലവ് കുറഞ്ഞ രീതിയിൽ ഒരു സിനിമ പിടിച്ചാലോ? ചെലവ് കുറഞ്ഞ ഏറ്റവും ലോ കോസ്റ്റിൽ ചിത്രം നിർമ്മിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതെ അതെ അതെ. അപ്പൊ അതിന്റെ ഒരു ട്രെൻഡ് ആണല്ലോ. അതെ അതെ അതെ. അപ്പൊ നമുക്ക് ഏത് പടം ആരംഭിച്ച് ചെയ്യും? പിന്നെ ഞാനേ ഭയങ്കര ദൈവവിശ്വാസിയാണ്. രാശി നോക്കിയിട്ട് ഞാൻ പടം പിടിക്കുന്നത്. അപ്പൊ രാശി വെച്ച് നോക്കിയാലേ മായി തുടങ്ങുന്ന ഏതെങ്കിലും നടന്മാരുണ്ടോ? മായിൽ തുടങ്ങുന്ന താരങ്ങളെ വെച്ച് പടം പിടിച്ച പടം വിജയിക്കുന്നു രാശിയിലുണ്ടോ? രാശിയിലുണ്ട്. എങ്കിൽ ഞാൻ പറഞ്ഞുതരാം. മധുപാൽ, മധുപോകന്, മാധവ, മധുപാല, മാധുരി, മാധവി, മന്ദാകിനി, മനോരമ, മുനീഷ, മനീഷ കൊള്ള, മമതാവൽക്കണ്ട്, മഞ്ജുള, മഞ്ജുവാര്, മഹേഷ്, മുകേഷ്, മാളൂട്ടി, മമ്മൂട്ടി, തുതൽ, മനോജ് കെ ജയം വരെ ഇരിക്കുന്നു മായിൽ തുടങ്ങുന്ന താരങ്ങൾ. അപ്പൊ ഈ മോഹൻലാലില്ലേ? മോഹൻലാലുണ്ട്. മതി മതി മതി. എന്നാ നമുക്കൊരു പണിയാ, നമുക്ക് ഈ മോഹൻലാലിനെ വെച്ച് ചെയ്യാം. ആയിക്കോട്ടെ. എങ്കിൽ നമ്മുടെ തിരക്കഥാകൃത്തിനെയും ബാക്കിയുള്ള പേടിച്ചു പോയി. ഞാൻ ഏലിയൻസ് ആണെന്നോ അല്ല അന്യഗ്രഹ ജീവികളാണോ? ലാലേട്ടന്റെ ഈ എൻട്രി ഉണ്ടല്ലോ ഇങ്ങനെ, ലാലേട്ടന്റെ സ്ലോ മോഷൻ ആയിരുന്നു ബുള്ളറ്റിലേക്ക് വന്ന് നിൽക്കുന്നത് അടിപൊളി സീൻ. അതാ ലാലേട്ടൻ ആണെങ്കിലും ഞാൻ ക്യാമറ ഓക്കെ ആക്കത്തുള്ളൂ. ആണല്ലേ? അല്ല, ലാലേട്ടനെ വേണം ആരെ വേണമെന്ന് ഈ കഥ എഴുതിയ ആള് പുള്ളിയാണ്. പടത്തിൽ ആരാ നായകൻ എന്ന് പറഞ്ഞു? ഞാനിപ്പോ മോഹൻലാലാണ് എന്റെ ഏറ്റവും വലിയ ഫാൻ. ഞാൻ എഴുതിയ കഥ നിർമ്മിക്കണമെങ്കിൽ എന്റെ കഥയിലെ നായകൻ മനോജ് കെ ജയനാണ്. അപ്പൊ സാറ് പറയണം മോഹൻലാൽ വേണം. കഥ എഴുതിയ പുള്ളി പറയണം മനോജ് കെ ജയൻ വേണം. സത്യത്തിൽ ഇത് ആരെ വേണമെന്നുള്ള ഒരു കാര്യം ചെയ്യാം. നമുക്ക് ലാലേട്ടനെ വിളിച്ചു ചോദിക്കാം. ഒരു കാര്യം ചോദിക്കാം. ലാലേട്ടാ, ഞങ്ങൾ പടം എടുക്കാൻ പോയാണ്. അതിൽ ലാലേട്ടൻ നായകനോന്ന് സംവിധായകൻ പറയുന്നു, നമ്മുടെ കഥാകൃത്ത് പറയുന്നു മനോജ് കെ ജയൻ നായകനാവുന്നു. എന്താണ് സാറിന്റെ തീരുമാനം? ഏതൊരു സിനിമയിലും നായകൻ എന്ന് പറയുന്നത് താരമല്ല, അതിലെ കഥയാണ് നായകൻ. സംഗീതം അനന്തമാണ്, അനന്തസാഗരമാണ്. സംഗീത പ്രാധാന്യമുള്ള ഒരുപാട് ചലച്ചിത്രങ്ങൾ മലയാള സിനിമയ്ക്ക് സ്വന്തമാണ്. അതിൽ മറക്കാനാവാത്ത സിനിമയാണ് സർഗം. വിനീതും കുട്ടൻ തമ്പുരാനായി മനോജ് കെ ജയനും മത്സരിച്ചഭിനയിച്ച ഈ ചിത്രത്തിൽ മനോജ് കെ ജയന്റെ കുട്ടൻ തമ്പുരാൻ അദ്ദേഹത്തിന്റെ അഭിനയകലയുടെ ഒരു നാഴികക്കല്ലായിരുന്നു. കുട്ടൻ തമ്പുരാൻ ഇൻ ആൻഡ് ആസ് സർഗം. സംഗീതമേ അമരസല്ലാപമേ, സംഗീതമേ അമരസല്ലാപമേ. സമയം 10 മണിയായി, കുട്ടികളാരും കണ്ടില്ലല്ലോ. സംഗീതം പഠിക്കണം പോലും. സംഗീതം ഈ കുട്ടികളെ കണ്ടില്ലല്ലോ. കുട്ടികളെ ഇത്ര നേരം എവിടെയായിരുന്നു? വട്ട് കളിക്കുന്നത് പോലും സംഗീതം പഠിക്കുക, മനസ്സിലായോ? ഈ സംഗീതം എന്ന് പറയുന്നത് എന്താണ്? ഈ സംഗീതം എന്ന് പറയുന്നത് അഗാധമായ കൊക്കയാണ്. കൊക്കല്ലട ചക്ക, കൊക്ക. ഈ കൊക്കയിൽ വീണുപോയാൽ കേറിപ്പോരാൻ പറ്റില്ല. ഈ കൊക്കയിൽ വീണുപോയവര് ആരൊക്കെയാണെന്ന് അറിയാമോ? യേശുദാസ്, MG ശ്രീകുമാർ, ജയചന്ദ്രൻ, അഫ്സല്, വിധു പ്രതാപ്, ടിനി ടോമി. ഈ കൊക്കയെ കുറിച്ച് എസ് ജാനകി ചേച്ചി ഇങ്ങനെ പാടി. ഇങ്ങനെ കൊക്കാമന്തി, കോനാനിറച്ചി. ആർക്ക് വേണം, ആർക്ക് വേണം? നിനക്ക് വേണോ? നിനക്കോ? പിന്നെ ആർക്ക് വേണം? ഒരു പണി ചെയ്യാം, നമുക്ക് സംഗീതം അങ്ങോട്ട് തുടങ്ങാം. ലോക വൈകുണ്ഠ പൂർവവാസനേ. പാടുക. കുണ്ട്രല്ല, കുമ്പളങ്ങി. ഇങ്ങനെ പാടുക. ഭൂലോക വൈകുണ്ഠ പൂർവവാസനേ. കുട്ടികളെ നിർത്തി പാടൂ, ഇല്ലെങ്കിൽ വൃക്ക പൊട്ടിപ്പോകും. ഭൂലോക വൈകുണ്ഠ പൂർവവാസനേ ശ്രീരംഗനാഥനെ. കുട്ടി, ശ്രീനിവാസനും ശ്രീലങ്കയും ഭൂകമ്പൊന്നും അല്ല. കേൾക്കുക, ഇങ്ങനെ. ഭൂലോക വൈകുണ്ഠ പൂർവവാസനേ ശ്രീരംഗനാഥനെ. ഭൂലോക വൈകുണ്ഠ പൂർവവാസനേ ശ്രീരംഗനാഥനെ. ഭൂലോക വൈകുണ്ഠ പൂർവവാസനേ.
നീ അവിടെ നിൽക്കുക. താൻ ഇത്ര നേരം എവിടെയായിരുന്നു? ഞാൻ ആ പൊട്ടൻ തമ്പുരാന്റെ വീട് വരെ ഒന്ന് പോയതാ. പൊട്ടൻ തമ്പുരാൻ അല്ല, കുട്ടൻ തമ്പുരാൻ. ആ കുട്ടൻ തമ്പുരാന്റെ വീട് വരെ ഒന്ന് പോയതാ. കുട്ടൻ തമ്പുരാന്റെ കൂടെ നടന്ന് ഉണ്ണിയുള്ള അസബന്ധം പഠിച്ചു. ഒന്നും കഴിയില്ലെന്ന് വെച്ചാൽ 4 അക്ഷരം പഠിക്കുക, ഇല്ലെങ്കിൽ ഗോക്കള മേയ്ക്കുക. മനസ്സിലായോ? മനസ്സിലായി. എന്തു മനസ്സിലായി? ഗോക്കളെ അങ്ങോട്ട് മേയ്ക്കാം. എന്നാ പോവാ, ഗോക്കള മേയ്ക്കുക. കുട്ടികൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. നമുക്ക് തുടങ്ങാം. ഗോക്കളെ മേച്ചും കളിച്ചും ചിരിച്ചും ക്ലോച്ചും അല്ല, ഗ്ലോക്ലേച്ചും ക്ലിളിച്ചും ക്ലളിച്ചും. എനിക്ക് തെറ്റിയല്ലോ. കുട്ടികളെ, ഇന്നിത്ര മതി. നിങ്ങളെല്ലാം തികഞ്ഞു. നിങ്ങൾക്കിനി വീട്ടിൽ പോകാം. പോകുന്ന വഴി ഒരു കാര്യം ശ്രദ്ധിക്കുക. സംഗീതമാകുന്ന കൊക്കയിൽ വീഴരുതും. ഉണ്ണി ഇവിടെ വരിക. എന്നാച്ചാ? അച്ഛന്റെ കാലശേഷം ഉണ്ണി ഒരു സംഗീതച്ഛനായി കാണണമെന്ന് അച്ഛൻ ആഗ്രഹമുണ്ട്. പള്ളിയിലച്ഛനോ? പള്ളിയിലച്ഛനല്ല, സംഗീതച്ഛൻ. മനസ്സിലായോ? പരദൈവങ്ങളെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഉണ്ണി ആ ശ്ലോകം അങ്ങ് ചൊല്ലുക. ഓലേ 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 ഓലേ. അറിഞ്ഞില്ല, അച്ഛൻ അറിഞ്ഞില്ല. ഉണ്ണിയുടെ നാവിൽ AR റഹ്മാന്റെ ഉപദ്രവം ഉണ്ടെന്ന് അച്ഛൻ അറിഞ്ഞില്ല. പാടുക, തീർത്തും പാടുക. കേറ്റി കുഞ്ഞുമോൻ ഉണ്ണിയെ രക്ഷിക്കും. അച്ഛന് തൃപ്തിയായി ഉണ്ണി, തൃപ്തിയായി. അച്ഛാ, ദേ പൊട്ടൻ തമ്പുരാൻ വന്നുണ്ട്. ഇവിടെ ഇരിക്കുക, ഇവിടെ ഇരിക്കുക. കുട്ടൻ തമ്പുരാൻ അറിഞ്ഞില്ലേ? ഉണ്ണിയുടെ നാവിൽ AR റഹ്മാന്റെ ഉപദ്രവമുണ്ട്. ഉണ്ണി ആ ശ്ലോകം അങ്ങ് ചൊല്ലുക. എന്റെ കുട്ടൻ തമ്പുരാനേ. കുഴലി വന്നു. ചിറത്തിയെടുത്തുകൊണ്ട് വരിക, താക്കോലെടുത്തുകൊണ്ട് വരിക, വെട്ടികത്തിയെടുത്തുകൊണ്ട് വരിക. നമ്പരാൻ അടങ്ങി നിൽക്കുക. മര്യാദക്ക് ഒരു സിനിമാറ്റിക് ഡാൻസ് കളിക്കാൻ പോലും സമ്മതിക്കില്ല ആ സത്തുക്കള്. സംഗീതമേ അമര സല്ലാപമേ.